ത്രിയേക ദൈവത്തിന് സ്തുതി. സഭ പരിശുദ്ധ സ്ലിഹാ നോമ്പിലൂടെ കടന്നു പോകുന്ന ഈ അവസരത്തിൽ മൂന്നാം ദിവസമായ ഇന്ന് വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ ജീവിതത്തിലൂടെ നമുക്ക് കടന്നു പോകാം. ഗലീലയിലെ മീൻപിടുത്തക്കാരനായിരുന്ന സെബദിയുടെ മക്കളിൽ ഒരുവനായിരുന്നു വിശുദ്ധ യാക്കോബ് സ്ലിഹ. ഇടിമുഴക്കത്തിൻ്റെ മകൻ എന്ന പേരിലാണ് വിശുദ്ധൻ അറിയപ്പെടുന്നത്. യാക്കോബ് നാമധാരികളായ മറ്റുള്ളവരെ തിരിച്ചറിയുന്നതിനായി വിശുദ്ധൻ വലിയ യാക്കോബ് എന്ന പേരിലും അറിയപ്പെടുന്നു. വിശുദ്ധ പത്രോസിനും വിശുദ്ധ യോഹന്നാനുമൊപ്പം യാക്കോബിനും യേശുവിൻ്റെ രൂപാന്തരീകരണ സമയത്ത് സാക്ഷ്യം വഹിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കർത്താവിനോട് ഏറ്റവും ഉറ്റ ബന്ധം പുലർത്തിയിരുന്ന 3 പേരിൽ ഒരുവനായിരുന്നു വിശുദ്ധ യാക്കോബ് സ്ലിഹ. ശിഷ്യന്മാരുടെ ഇടയിൽ നേതൃസ്ഥാനം വഹിക്കുവാനുള്ള ഭാഗ്യവും വിശുദ്ധ യാക്കോബ് സ്ലിഹയ്ക്കുണ്ടായി. യാക്കോബും പത്രോസുമായിരുന്നു ആദിമ ക്രൈസ്തവ സഭയുടെ തലവന്മാർ. AD 44 ഹെരോദാസ് അഗ്രിപ്പാസ് രാജാവിൻ്റെ കാലത്ത് യാക്കോബ് സ്ലിഹയുടെ ശരീരത്തിലൂടെ വാൾ കടത്തിവിട്ട് ഏറെ വേദന ജനിപ്പിച്ചാണ് അദ്ദേഹം രക്തസാക്ഷിയായി തീർന്നത്. യാക്കോബ് എന്ന പേരിൻ്റെ അർത്ഥം അന്വർത്ഥമാക്കിക്കൊണ്ട് യേശുവിനെ പിൻചെന്ന് ആദ്യമായി രക്തസാക്ഷിയായി തീർന്നതും വിശുദ്ധ യാക്കോബ് സ്ലിഹയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പഞ്ചാംഗം അനുസരിച്ച് മെയ് 1-ാം തീയതി വിശുദ്ധ യാക്കോബ് സ്ലിഹയുടെ ഓർമ്മ നാം ആചരിക്കുന്നു. പരിശുദ്ധ സ്ലിഹ നോമ്പിലൂടെ കടന്നു പോകുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ സ്ലിഹന്മാരുടെ മധ്യസ്ഥത നമ്മൾക്കെല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.